ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ഗ്രൂപ്പുകളിൽ ചില ആൾക്കാർക്ക് ബോധം വന്നപ്പോൾ അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. കമ്പനിയല്ലേ തെറ്റ് ചെയ്തത്, നമ്മളല്ലല്ലോ തെറ്റ് ചെയ്തത്, കമ്പനി മണി ചേഞ്ച് ചെയ്തില്ലേ, കമ്പനി OTT ഷെയർ വാങ്ങിയില്ലേ, എന്തിനാണ് ചോദ്യം ചോദിക്കുന്നവരെ റിമൂവ് ചെയ്തത് എന്നുള്ള സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കമ്പനിയുടെ രക്ഷകനായ അയ്യൂബ് ഖാൻ ചാടി ഇറങ്ങിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വലിയ ചില വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യപ്പെടുമെന്നുള്ള തിരിച്ചറിവിൽ അവൻ ടെസ്റ്റാണ് എഴുതി വിട്ടത്. അപ്പോൾ കോടികൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പായി. എന്തായാലും ഈ കിട്ടുന്ന 212 കോടി രൂപ ജയിച്ചു കഴിഞ്ഞാലും, ഇനിയിപ്പോൾ ജയിച്ചിട്ട് ഇവർ ചിന്തിക്കുന്നത് കമ്പനി ജയിച്ചിട്ടാകും കമ്പനിക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പം EDയുടെ കേസും ജയിച്ചു കഴിഞ്ഞാലും പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇവർക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 3100 കോടി രൂപ പിരിച്ചിട്ട് ഇപ്പോൾ ഉള്ളത് 212 കോടിയാണ്. ഇത് എങ്ങനെ 1,80,00,000 ആൾക്കാരുണ്ടെന്ന് ഇവർ പറയുന്നു, 10 ലക്ഷം, ഇനി എത്ര ഉണ്ടായാലും ഒരാൾക്ക് കിട്ടുന്നത് തുച്ഛമായ രൂപയായിരിക്കും ഈ 212 വീതിക്കുന്നതെങ്കിൽ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കതിനെ ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് കമ്പനിക്ക് അനുകൂലമാക്കാമെന്നുള്ള പഠനം നടത്തിയ ആളാണ് നമ്മുടെ അയ്യൂബ് ഖാൻ. അദ്ദേഹം പറയുന്നത് കോടികൾ എങ്ങനെ വിതരണം ചെയ്യണം എന്നതല്ല ഒരു ബിസിനസ് നടത്തുന്നവർ ചിന്തിക്കുക, അവരെ എങ്ങനെ പറ്റിക്കാം എന്നതാണ് ഒരു മണി ചെയിൻ കമ്പനി ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുക. ഇതിൽ ചേർന്ന എല്ലാവരെയും എങ്ങനെ പറ്റിക്കാം, നാട്ടുകാരെ എങ്ങനെ പറ്റിക്കാം, കുടുംബക്കാരെ എങ്ങനെ പറ്റിക്കാം എന്ന രീതിയിലാണ്. ആ കോടികൾ വെച്ചുകൊണ്ട് എങ്ങനെ മുൻപുള്ളതിനേക്കാൾ ഡബിൾ സ്ട്രോങ് ആയി വരുമാനം എങ്ങനെ കൊടുക്കണം, പ്രൊജക്റ്റുകൾ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ്. കൂട്ടത്തിൽ കുറച്ച് ആളുകൾ റീഫണ്ട് ചോദിക്കുമ്പോൾ എങ്ങനെ അവരുടെ എമൗണ്ട് കൊടുക്കും എന്ന രൂപത്തിലാണ്. അതെ, എങ്ങനെ കൊടുക്കും എന്ന് അവർ ചിന്തിക്കണം. ഇനി എങ്ങനെ കൊടുക്കും, കമ്പനി തിരിച്ചു വന്ന എല്ലാവർക്കും അടുത്ത ദിവസം തന്നെ ഫണ്ട് കൊടുക്കും എന്നൊക്കെയാണ് ഇവർ കോടതിയിലടക്കം പറയുന്നത്. പക്ഷേ എങ്കിൽ പരാതിക്കാർക്ക് നമ്മൾ ഫണ്ട് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് സർ, തയ്യാറാണ്, നിക്ഷേപകർക്ക് തയ്യാറാണെന്ന് 2 തവണയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയിപ്പിച്ചത് ഇവരെ കൊണ്ട്. എന്നിട്ടത് ജഡ്ജിനോട് നോട്ട് ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ റീഫണ്ട് ചോദിക്കുമ്പോൾ എങ്ങനെ അവരുടെ എമൗണ്ട് കൊടുക്കുമെന്ന രൂപത്തിലാണ്, അല്ലാതെ വിതരണം ചെയ്യാൻ ഇവിടെ അത് അവരെ പറ്റിക്കുക, അങ്ങനെ പറയുന്നവരെയും എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താമെന്നതിനെ കുറിച്ചാണ് കമ്പനി ചിന്തിക്കുന്നത്. അല്ലാതെ പണം വിതരണം ചെയ്യാൻ ഇവിടെ കുറ്റം ചെയ്യപ്പെട്ട കമ്പനിയല്ല ഇത്, കുറ്റം ചെയ്തിട്ടില്ല. എന്നാലും ഒരു കാര്യം എടുക്കണം, അഭിലാഷും അയ്യൂബും തമ്മിൽ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ മറ്റു ക്ലീറ്റസും ശശിധരനും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കണം, ആരാണ് തെറ്റുകാരൻ. എന്നിട്ട് മതി ഇനിയിപ്പം ഗ്രൂപ്പ് തുറക്കൽ. അപ്പോൾ കമ്പനി തുറന്നാലും പൈസ കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരുപാട് ലക്ഷങ്ങൾ എവിടെ ഉണ്ട് എന്ന് പറയുന്നവൻ പറയുന്നത്. ഇനി ഇവൻ്റെ പൈസ കിട്ടണം, ബാക്കി ആർക്കും കൊടുക്കണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എൻ്റെ പൈസ തന്നെങ്കിൽ മറ്റുള്ളവരൊന്നും കൊടുക്കണ്ട, ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തും ChatGPT ഉപയോഗിച്ചും ഇങ്ങനെ ഗ്രൂപ്പുകളിൽ പിടിച്ചിട്ട് ഒക്കെ അവരെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തുകൊള്ളാം, എൻ്റെ പൈസയും എൻ്റെ കുടുംബക്കാരുടെ പൈസയും എൻ്റെ നാട്ടുകാരുടെ പൈസയും തന്നിക്കൂ എന്നാണ് ചിലപ്പോൾ ഇപ്പം പറയാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇവൻ്റെ ബാക്കി കാര്യങ്ങൾ, ബാക്കി ന്യായീകരണം നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം. ബൈ.